അല്ലായ അല്ലാ നിൻ കാരുണ്യത്തെ നിന്നായി അല്ലും പകലും കരം നീട്ടുന്നേ എൻ്റെ വേവുന്ന കൽബ് തണുപ്പിക്കണേ. അല്ലായ അല്ലാ നിൻ കാരുണ്യത്തെ നിന്നായി അല്ലും പകലും കരം നീട്ടുന്നേ എൻ്റെ വേവുന്ന കൽബ് തണുപ്പിക്കണേ. എൻ്റെ വേവുന്ന കൽബ് തണുപ്പിക്കണേ. നീയല്ലാതാരുണ്ടെന്നോവുകൾ കേൾക്കുവാൻ നിന്നിലെന്നാശ സമർപ്പിക്കുന്നേ. നീയല്ലാതാരുണ്ടെന്നോവുകൾ കേൾക്കുവാൻ നിന്നിലെന്നാശ സമർപ്പിക്കുന്നേ. എൻ്റെ ഹംദും സ്വലാത്തും കബൂലാക്കണേ. ഹംദും സ്വലാത്തും കബൂലാക്കണേ. അല്ലായ അല്ലാ നിൻ കാരുണ്യത്തെ നിന്നായി അല്ലും പകലും കരം നീട്ടുന്നേ എൻ്റെ വേവുന്ന കൽബ് തണുപ്പിക്കണേ. എൻ്റെ വേവുന്ന കൽബ് തണുപ്പിക്കണേ. പാപച്ചുമടൽ കുനിയും ശിരസുമായി മന്നാനെ നിൻ മുമ്പിൽ നിൽക്കുമെന്നേ. പാപച്ചുമടൽ കുനിയും ശിരസുമായി മന്നാനെ നിൻ മുമ്പിൽ നിൽക്കുമെന്നേ. നിന്റെ ജന്നത്തിൽ നാളെ കയറ്റിടണേ. ജന്നത്തിൽ നാളെ കയറ്റിടണേ. അല്ലായ അല്ലാ നിൻ കാരുണ്യത്തെ നിന്നായി അല്ലും പകലും കരം നീട്ടുന്നേ എൻ്റെ വേവുന്ന കൽബ് തണുപ്പിക്കണേ. എൻ്റെ വേവുന്ന കൽബ് തണുപ്പിക്കണേ. ചുട്ടുപൊള്ളുന്ന മഹ്ശറനാളിൽ ഞാൻ കുറ്റവും പേറി വിലപിക്കുമ്പോൾ. ചുട്ടുപൊള്ളുന്ന മഹ്ശറനാളിൽ ഞാൻ കുറ്റവും പേറി വിലപിക്കുമ്പോൾ റബ്ബി നിൻ കനിവെന്നിൽ ചൊരിഞ്ഞിടണേ. നിൻ കനിവെന്നിൽ ചൊരിഞ്ഞിടണേ. അല്ലായ അല്ലാ നിൻ കാരുണ്യത്തെ നിന്നായി അല്ലും പകലും കരം നീട്ടുന്നേ എൻ്റെ വേവുന്ന കൽബ് തണുപ്പിക്കണേ. എൻ്റെ വേവുന്ന കൽബ് തണുപ്പിക്കണേ. അല്ലായ അല്ലാ നിൻ കാരുണ്യത്തെ നിന്നായി അല്ലും പകലും കരം നീട്ടുന്നേ എൻ്റെ വേവുന്ന കൽബ് തണുപ്പിക്കണേ. എൻ്റെ വേവുന്ന കൽബ് തണുപ്പിക്കണേ. വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കിതാബി കിതാബുല്ലാഹ് വഖൈറസ് സുനനി സുനനു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ. അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാം എന്നത് ലോകത്തിന് ഒരു പുതുമയുള്ള ആദർശം അല്ല. വളരെ പഴക്കം ഉള്ളതും എന്നാൽ പുതുമ നഷ്ടപ്പെടാത്തതുമായ മഹത്തായ ഒരു സന്ദേശമാണ് ഇസ്ലാം. എന്തുകൊണ്ട്? ഇത് മനുഷ്യന്മാർ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് ഗവേഷണം നടത്തി
ഒരു പ്രത്യയശാസ്ത്രമായി, ഒരു പ്രസ്ഥാനമായി കണ്ടെത്തിയതല്ല. കരുണാനിധിയായ പടച്ച റബ്ബ് തെരഞ്ഞെടുത്ത വ്യക്തിത്വങ്ങളിലൂടെ കാലാകാലങ്ങളിലായി എത്തിച്ചു കൊടുത്തിട്ടുള്ളൊരു സന്ദേശമാണ് അമ്പിയാക്കന്മാര് വഴി. അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനവാസമുള്ള സകല കേന്ദ്രങ്ങളിലും ഇസ്ലാമിന്റെ സന്ദേശം എത്തിയിട്ടുണ്ട്. എത്താതെ പോയിട്ടില്ല എന്ന് ഖുർആൻ പറയുന്നു. വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. ഏതൊരു ജനതയും അവരിൽ താക്കീതുകാരൻ, മുന്നറിയിപ്പുകാരൻ വരാതെ പോയിട്ടില്ല. എല്ലാ ഉമ്മത്തിലും എല്ലാ സമൂഹത്തിലും മുന്നറിയിപ്പുകാർ വന്നിട്ടുണ്ട് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം വഴി ലോകത്ത് 2 അനുഗ്രഹങ്ങളുടെ പൂർത്തീകരണമാണ് ഉണ്ടാകുന്നത്. ഒന്ന്, അമ്പിയാക്കന്മാരുടെ പരമ്പരയ്ക്ക് മുഹമ്മദ് നബിയുടെ നിയോഗത്തോടുകൂടി പ്രവാചക സമാപ്തി കുറിച്ചു. ഇനി പ്രവാചകന്മാരില്ല. ഇസ്ലാമിന്റെ അവസാനത്തെ രൂപവുമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സന്ദേശം ലഭിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേദമായി ലഭിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആൻ അത് മനുഷ്യന്റെ മുമ്പിലുണ്ട് താനും. പരിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് മുഹമ്മദ് നബി തന്നെയാണ്. അത് സംബന്ധിച്ച് ഖുർആൻ പറയുന്നു, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയ്യീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. പടച്ച റബ്ബാണ് ഈ സമൂഹത്തിലേക്ക് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ പ്രവാചകനായി നിശ്ചയിക്കുന്നത്. ജനത നിരക്ഷരരാണ്, എഴുതുവാനും വായിക്കുവാനും അറിയില്ല. എന്താണ് അവർക്ക് യഥാർത്ഥ മാർഗം എന്നതിനെക്കുറിച്ച് നിശ്ചയവുമില്ല. ആ സമൂഹത്തിലേക്ക് നിരക്ഷരനായ ഒരു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പടച്ച റബ്ബ് നിശ്ചയിക്കുന്നു. നബി തങ്ങൾക്ക് അവതരിപ്പിച്ചു കിട്ടിയ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ജനങ്ങൾക്ക് ഓതിക്കൊടുക്കുന്നു. അതവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതനുസരിച്ച് അവരെ സംസ്കരിക്കുകയും കൂടുതൽ കാര്യങ്ങൾ വഹയിലൂടെ ലഭിച്ചിട്ടുള്ളത് തന്റെ അധ്യാപനങ്ങളായി, തന്റെ നടപടിക്രമങ്ങളായി അഥവാ സുന്നത്തായി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ പ്രക്രിയ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിന്റെ നേരെ സ്വീകരിക്കുന്നതിന് മുമ്പ് ആ സമൂഹം വ്യക്തമായ വഴികേടിലായിരുന്നു. അവർക്ക് നേരായ മാർഗം അറിയില്ല. കല്ലുകരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട്, മൂർഖൻ പാമ്പ് വരെ സകല വസ്തുക്കളെയും പൂജിക്കുന്ന സ്വഭാവക്കാർ, എന്തിനേയും പൂജിക്കുന്ന പ്രവണതയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാട്, ലക്ഷ്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ തല്ലിപ്പൊളികളായി കഴിഞ്ഞുകൂടിയിരുന്ന ആ സമൂഹത്തെക്കുറിച്ച് അവരുടെ സംസ്കരണ പ്രക്രിയക്ക് വിധേയമായതിനു ശേഷം പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. അപ്രകാരം നാം നിങ്ങളെ ഉത്തമ സമൂഹമാക്കി മാറ്റി, മാതൃകാ സമൂഹമാക്കി മാറ്റി, അനുകരണീയ വിഭാഗമാക്കി മാറ്റി. നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകുവാൻ, നിങ്ങൾ ജനങ്ങൾക്ക് മാതൃകകളാകുവാൻ, നിങ്ങൾക്ക് വേണ്ടി മാതൃകയായി പടച്ച റബ്ബ് പ്രവാചകനെയും നിശ്ചയിച്ചു എന്നും ആ വിഷയത്തെക്കുറിച്ച് ഖുർആൻ പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അമ്പിയാക്കന്മാർ വഴി ലഭിച്ചതാണ്. വേദഗ്രന്ഥങ്ങളും അമ്പിയാക്കന്മാരുടെ അധ്യാപനങ്ങളും രണ്ടും വഹയ്യാണ്. പ്രവാചകന്മാരുടെ കാലശേഷം
അവരുടെ അധ്യാപനങ്ങളെ അട്ടിമറിക്കുന്നത് സാധാരണ പതിവായിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും തനിക്ക് ശേഷം തന്റെ സമൂഹത്തിൽ വരാനിരിക്കുന്ന വ്യതിയാനത്തെക്കുറിച്ച്, നടപടി ദൂഷ്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ മാനവരാശിയെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായ മുഹമ്മദ് നബിക്ക് നൽകിയ ഈ ആദർശത്തിന് പുറമെ, ഇസ്ലാമിന് പുറമെ മറ്റെന്തെങ്കിലും മതം, ദീന്, ആദർശം സ്വീകരിക്കുകയാണെങ്കിൽ, അത് നടപടിക്രമമായി കർമ്മപദത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ഫലൻ യുഖ്ബല മിൻഹു, ആ ആളുകളിൽ നിന്ന് ആ ആദർശം പടച്ചവൻ സ്വീകരിക്കുകയില്ല. അവരുടെ വിശ്വാസവും കർമ്മവും സ്വീകരിക്കുകയില്ല. അല്ലാഹു സ്വീകരിക്കുന്ന ഏക സരണി, ഏക മാർഗം അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമാണ്. ഇസ്ലാം അല്ലാത്ത മറ്റൊരു ആദർശം, മറ്റൊരു സരണി, മറ്റൊരു കർമ്മം, മറ്റൊരു നിലപാട്, മറ്റൊരു വിശ്വാസം പടച്ച റബ്ബ് പടപ്പുകളിൽ നിന്ന് സ്വീകരിക്കുകയില്ല എന്ന് അത് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിക്കുന്നതാണ്. അതിന് വ്യതിയാനമുണ്ടായിക്കൂടാ. കറകളഞ്ഞ ശുദ്ധമായ പവിത്രമായ ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ശേഷം ഈ ആദർശത്തിൽ പലതരത്തിലുള്ള ഉൾപിരിവുകളും ഉണ്ടാകും, പലതരത്തിലുള്ള വിഭാഗങ്ങളും ഉണ്ടാകും. ജൂത ക്രൈസ്തവർക്ക് സംഭവിച്ചതുപോലെയുള്ള വ്യതിയാനം മുസ്ലിമീങ്ങളിലും സംഭവിക്കുക തന്നെ ചെയ്യും. സതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ. എന്റെ സമൂഹം 73ഓളം വിഭാഗങ്ങളായി, 73ഓളം കക്ഷികളായി, തരക്കാരായി, ചിന്താഗതിക്കാരായി മാറും. കുല്ലുഹും ഫിന്നാർ. എല്ലാ ചിന്താഗതിക്കാരും നരകത്തിലാണ് അവരുടെ അവസാന കേന്ദ്രം, ആവാസ കേന്ദ്രം. ഇല്ലാ വാഹിദ, ഒരു വിഭാഗം ഒഴിച്ച് ഇസ്ലാമിന്റെ പേരിൽ പലതരത്തിലുള്ള ചിന്തകളും പലതരത്തിലുള്ള ആദർശങ്ങളും പലതരത്തിലുള്ള അനുഷ്ഠാനങ്ങളും കടന്നു വരും. പക്ഷെ അത് അല്ലാഹു സ്വീകരിക്കണമെന്നില്ല. അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അല്ലാഹുവും അവന്റെ പ്രവാചകനും പഠിപ്പിച്ചത് മാത്രമായിരിക്കണം. അല്ലാത്തത് ആരുടെ പക്കൽ നിന്നായാലും സ്വീകാര്യോഗ്യമല്ല. ഇത് കൃത്യമായും പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം ഒഴിച്ച്, ആരാണ് ആ ഒരു വിഭാഗം? മാ അന അലൈഹി വസ്വഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു ആദർശത്തിലാണോ നിലകൊണ്ടിട്ടുള്ളത് ആ ആദർശത്തിൽ നിലകൊള്ളുന്നവരുടേത് മാത്രമാണ് സ്വീകരിക്കുക. ഇവിടെ നമുക്കൊരു കാര്യം വ്യക്തമായി. അള്ളാഹുവിന്റെ റസൂലും ആ റസൂലിന്റെ അധ്യാപനങ്ങൾ 100% സ്വീകരിച്ചിട്ടുള്ള പ്രവാചകന്റെ ഉത്തമ അനുചരന്മാർ, അവരെയാണ് സ്വഹാബികൾ എന്ന് പറയുന്നത്. അവരും ഏതൊരു നിലപാടിലാണോ ആ നിലപാട് കാലാകാലം നിലനിൽക്കേണ്ടതുണ്ട്. ആ നിലപാട് മാത്രമാണ് രക്ഷപ്പെട്ട മാർഗം, രക്ഷപ്പെടാനുള്ള ഏക മാർഗം. അതിൽ നിന്ന് എതിരായി വരുന്ന എല്ലാ മാർഗങ്ങളും വ്യതിചലിച്ചതാണ്, സ്വീകാര്യോഗ്യമല്ല എന്ന് ഇവിടെ പറഞ്ഞു കൊണ്ടുവരുന്നത്. പലപ്പോഴും മുജാഹിദുകളെ കുറിച്ച്, സലഫികളെ കുറിച്ച് ആളുകൾ വിമർശിക്കാറുണ്ട്. ഇവർ സലഫികൾ മുഹമ്മദ് നബിയെ സാധാരണ മനുഷ്യനാക്കിയിരിക്കുന്നു എന്ന്. വാസ്തവ വിരുദ്ധമാണിത്, വസ്തുതയ്ക്ക് നിരക്കാത്തതാണിത്. നമുക്കൊരു കാര്യം ജനങ്ങളോട് പറയാനുള്ളത്, ഖുർആനിലും ഹദീസിലുമുള്ളത് അപ്രകാരം സ്വീകരിക്കണമെന്നാണ് സലഫികൾ സൈദ്ധാന്തികമായ വാശി എന്ന നിലക്ക് വെച്ചു പുലർത്തുന്നത്. പടച്ച റബ്ബിനെ പടപ്പുകളിലേക്ക് തരം താഴ്ത്തുകയോ പടപ്പുകളെ പടച്ച റബ്ബിലേക്ക് ഉയർത്തി കാണിക്കുകയോ ചെയ്യാൻ പറ്റില്ല. പ്രവാചകന്മാരെ അവരുടെ സ്ഥാനത്തേക്ക് മറ്റു പടപ്പുകളെ ഉയർത്താൻ പാടില്ല. പ്രവാചകന്മാരെ മറ്റു പടപ്പുകളിലേക്കും സമാനപ്പെടുത്താൻ പാടില്ല. ഇങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. അള്ളാഹുവിനെ കുറിച്ച് ചില ആളുകൾ വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് 3 അർത്ഥമുണ്ട് എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ആരാധനക്ക് തരപ്പെട്ടവൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ഇത് സാധാരണക്കാർക്കുള്ള വിശ്വാസമാണ്, സാധാരണക്കാർക്ക് മനസ്സിലാക്കാനുള്ളതാണ്. ഇനി ഖാസുൽ ഖവാസ്, പ്രത്യേകക്കാരും പ്രത്യേകക്കാരും എന്ന നിലക്ക് പരിചയപ്പെടുത്തുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ആരാധനക്ക് തരപ്പെട്ടവൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല എന്നതുപോലെ രണ്ടാമത്തെ കക്ഷി അല്പം ഉയർന്ന കക്ഷിക്കാരാണ്.
അവരുടെ ഉദ്ദേശം ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഞങ്ങളിൽ മറ്റൊരു ഉദ്ദേശവുമില്ല എന്ന നിലക്ക് ഇതിനർത്ഥം കൽപ്പിക്കുന്ന രണ്ടാമത്തെ ഒരു കക്ഷിയുണ്ട്. മൂന്നാമതൊരു കക്ഷിയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് അവരാണ് ഏറ്റവും ഉയർന്ന കക്ഷികളെന്നും അവരാണ് പ്രത്യേകക്കാരിൽ പ്രത്യേകക്കാരി എന്നുമാണ് ഇവർ വിശേഷിപ്പിക്കുന്നത്. അവരുടെ അർത്ഥം ഇപ്രകാരമാണ്: ലാ മൗജൂദ ഇല്ലല്ലാഹ്, ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത മറ്റൊന്നിനും അസ്തിത്വമില്ല. ഉള്ളതൊക്കെ അല്ലാഹു ആകുന്നു, നമ്മൾ ഈ കാണുന്നതൊക്കെ അല്ലാഹു ആകുന്നു. നീയും ഞാനും, അതുപോലെ തന്നെ അവളും അവനും, ഇവനും ഇവളും, അതുപോലെ എല്ലാം അല്ലാഹു ആകുന്നു എന്ന്. ഇതിന് അറബിയിൽ പറയും വഹ്ദത്തുൽ വുജൂദ് എന്ന്, മലയാളത്തിൽ അദ്വൈതവാദം എന്നും പറയും. ഇങ്ങനെ സൂഫികൾ മുസ്ലിമീങ്ങളുടെ ഇടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് 3 അർത്ഥകൽപ്പനയാണ് നടത്തുന്നത്. ഒന്ന്, അല്ലാഹു ആണ്, ലാ മഅബൂദ ഫിൽ വുജൂദി ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ ആരാധനയ്ക്ക് തരപ്പെട്ടവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ഇതാണ് വാസ്തവം, ഇതാണ് സത്യം. അമ്പിയാക്കന്മാർ പഠിപ്പിച്ചത് ഇതാണ്. അതേസമയം ലാ മഖ്സൂദ ഇല്ലല്ലാഹ് എന്നുള്ളത് സൂഫികൾ അവരുടെ ഭാഗത്തു നിന്ന് പഠിച്ചുണ്ടാക്കിയതാണ്. ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്നത് അതിനേക്കാളും ഗുരുതരവും സൂഫികളിലെ പ്രത്യേകക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ദിക്റും ആശയവും ആദർശവുമാണ്. ഇസ്ലാമിന് ഇത് പരിചയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളയാണ് നമ്മുടെ മാർഗം നിശ്ചയിച്ചിട്ടുള്ളത്, റസൂലുള്ളയാണ് നമ്മുടെ മാതൃക. അതുകൊണ്ട് റസൂലുള്ളാന്റെ സ്ഥാനത്തേക്ക് പണ്ഡിതന്മാരെയോ ഇമാമിങ്ങളെയോ സൂഫികളെയോ സാദത്തുകളെയോ സയന്റിസ്റ്റുകളെയോ മറ്റുള്ളവരെയോ തുലനപ്പെടുത്താൻ പാടില്ല. അവരെല്ലാവരും കൂടിയാലും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്ഥാനം പ്രാപിക്കുകയില്ല. എന്തുകൊണ്ട്? നമുക്ക് പഠനം വേണം, വായിക്കുകയും പഠിക്കുകയും വേണം. എല്ലാ പണ്ഡിതന്മാരുടെയും സ്ഥിതി അതാണ്. അതേസമയം അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹുവിങ്കിൽ നിന്ന് വഹി ലഭിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ വഹി ലഭിക്കുന്ന പ്രവാചകൻ എന്ന നിലക്ക് നുബുവത്തും റിസാലത്തും അത് റസൂലുള്ളാന്റെ പ്രത്യേകതയാണ്. അതേപോലെ തന്നെ റസൂലുള്ളാനെ അല്ലാഹു തആല പാപം ഏൽക്കാത്തവണ്ണം പരിരക്ഷിക്കുന്നു. ഇതും അള്ളാഹുവിന്റെ റസൂലിന്റെ മാത്രം പ്രത്യേകതയാണ്. ഈ പ്രത്യേകത മറ്റു പടപ്പുകൾക്കില്ല. നമുക്ക് തെറ്റ് വന്നാൽ തെറ്റിയത് തന്നെ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, എല്ലാ മനുഷ്യന്മാരിലും തെറ്റുകൾ ഉണ്ടാകും, ശരികൾ ഉണ്ടാകും. തെറ്റ് പറ്റാത്ത ശരി മാത്രം സംഭവിക്കുന്ന ഏക പടപ്പ് വസാഹിബു ഹാദൽ ഖബർ, ഈ ഖബറിൽ കഴിയുന്നയാളാണ്, ഈ ഖബറിൽ കഴിയുന്നയാളാണ്. അല്ലാത്തവർക്കെല്ലാം തെറ്റ് പറ്റും എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇമാമിങ്ങളും അതുപോലെ തന്നെ പണ്ഡിതന്മാരും സയന്റിസ്റ്റുകളും ലോകത്ത് എല്ലാവരും കൂടിയാലും കൈലുകണ കൊണ്ടാണ്, മുള കൊണ്ടാണ് കൈലുകണ ഉണ്ടാക്കാറുള്ളത്. പക്ഷെ കൈലുകണ കൂടിയാൽ മുളയാവുകയില്ല. മുളയിൽ നിന്നാണ് കടലാസ് ഉണ്ടാക്കാറുള്ളത്. കടലാസുകൾ കൂടിയാൽ മുളയാവുകയില്ല. എല്ലാവരും കൂടിയാലും മുഹമ്മദ് നബിയുടെ സ്ഥാനം പ്രാപിക്കുവാൻ സാധ്യമല്ല. മുഹമ്മദ് നബിക്ക് ഈ പറഞ്ഞ ഗുണങ്ങളും ഈ പറഞ്ഞ മഹത്വങ്ങളുമുണ്ട്. പക്ഷേ ആത്മീയമായ തീവ്രത വെച്ച് പുലർത്തുന്ന സൂഫികൾ മുസ്ലിമീങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? അവരുടെ ഇമാമിങ്ങൾക്ക്, അവരുടെ സൂഫികൾക്ക് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് കാര്യങ്ങൾ അറിയാൻ മനസ്സിലാക്കാൻ വകുപ്പുണ്ട് എന്നാണ്. അള്ളാഹുവിനോട് അവർ നേരിട്ട് സംസാരിക്കുന്നു. മൺമറഞ്ഞു പോയ മഹാത്മാക്കളെ മക്ബറുകളിലൂടെ അവർ അറിയുകയും അവരുടെ അടുക്കൽ നിന്ന് സന്ദേശം കൈമാറുകയും ചെയ്യുന്നു. ഖിദർ നബിയിൽ നിന്ന് അവർ വിശ്വാസം സ്വീകരിക്കുന്നു. സ്വപ്ന ദർശനത്തിലൂടെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് പ്രകാരം ഈ ആചാരങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു സൂഫികൾ. അവര് ഈ സമൂഹത്തിന് വരുത്തി വെച്ചിട്ടുള്ള അപകടങ്ങൾ ചില്ലറയൊന്നുമല്ല. അവരുണ്ടാക്കിയ സിദ്ധാന്തത്തിന്റെ ഫലമാണ് കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ മാലകളും മൗലിദുകളും റാത്തീബുകളും കുത്തുറാത്തീബുകളും അങ്ങനെ അടിസ്ഥാനരഹിതമായ അനവധി അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ മുസ്ലിമീങ്ങളിലേക്ക് കടന്നുകൂടിയിട്ടുള്ളത്. ആരാണത് സംഭാവന ചെയ്തിട്ടുള്ളത്? സൂഫികൾ. സൂഫികൾ ഈ സമൂഹത്തോട് പറയുന്നു. ഒരു സൂഫി പ്രമുഖൻ പറയുകയാണ്, മുസ്ലിമീങ്ങൾക്ക് എഴുത്തും വായനയും പഠിക്കേണ്ടതില്ല. ആളെ പേരെന്താണെന്നറിയാമോ? ജുനൈദ്. സൂഫികളുടെ പ്രഗത്ഭനായ അഗ്രേസരനായ നേതാവാണ്. അദ്ദേഹം പറയുന്നു, ഒരു സൂഫിയായ മനുഷ്യൻ 3 കാര്യം തീർത്തും അവഗണിച്ചേ പറ്റൂ. 1, എഴുത്തും വായനയും പഠിക്കാൻ പാടില്ല. 2, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല.
3 അവിവാഹിതനായി കഴിച്ചു കൂട്ടണം എന്ന്. ഇതാരാ പറയുന്നത്? ജുനൈദ്. എവിടേക്കാണ് അവാരിഫുൽ മആരിഫ് എന്ന് പറയുന്ന പുസ്തകത്തിൽ സൂഫികളുടെ ഒരു വിശുദ്ധ വേദഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണത്. അവാരിഫുൽ മആരിഫിൽ ജുനൈദ് പറയുന്നു, അവർ റഹ്മത്തുള്ളാഹി അലൈഹി എന്നോ തെർലിയത്തോ ചെല്ലാറുണ്ട്. ആ മനുഷ്യൻ പറയുകയാണ്, അതിന്റെ ഫലം കേരളത്തിലെ മുസ്ലിമീങ്ങൾ അനുഭവിച്ചു. എന്താണെന്നറിയോ? ഏറെക്കാലം നമ്മൾ അക്ഷരാഭ്യാസത്തിന്റെ വിഷയത്തിൽ പിന്നിലായിരുന്നു. അതേപോലെ തന്നെ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരാറുള്ള ഒരു ദുഷ്പ്രവണത, ചില ആളുകൾ നമ്മളെ വിമർശിക്കാറുണ്ട്. ഈ മുസ്ലിമീങ്ങൾ പറഞ്ഞാൽ കെട്ടലും തീർക്കലും തലാക്കിയല്ലലും ശരീഅത്ത് വിവാദ കാലഘട്ടത്തിൽ ഏറെ വിമർശനമുണ്ടായി. സംഗതി ഒരളവോളം മുസ്ലിമീങ്ങളുടെ പഴയ സ്ഥിതിവിശേഷം പരിശോധിച്ചു നോക്കിയാൽ ഈ വിമർശനം അപ്രസക്തമാണെന്ന് പറയാൻ നിർവാഹമില്ല. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഭാര്യമാർക്ക് നേരെ പുരുഷന്മാർ സ്വീകരിച്ചിരുന്ന ഏറ്റവും വലിയ നിലപാട്, അനങ്ങിയാൽ തന്നെ 3 ചൊല്ലി പൂ എന്ന് പറഞ്ഞ് വിടാറാണ് പതിവ്. തലാക്ക് 3 ചൊല്ലുക എന്നുള്ളത് ഇസ്ലാം മതം പഠിപ്പിച്ചിട്ടില്ല, റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. ഇത് അല്ലാഹു തആല നൽകിയിട്ടുള്ള അവസരങ്ങളാണ്. അത് ഒറ്റഘട്ടത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. ആവശ്യമാണെങ്കിൽ അവസാനത്തെ ആയുധം എന്ന നിലക്ക് പ്രയോഗിക്കാവുന്ന ഒരു നടപടി, ഒരു ശിക്ഷാ നടപടി എന്ന നിലക്ക്, ഏറ്റവും ഒടുവിലെ നടപടി എന്ന നിലക്കാണ് ഇത് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത്. എങ്കിൽ മുസ്ലിമീങ്ങളിലെ പഴയ സൊസൈറ്റിയിൽ ലാഘവബുദ്ധിയോടുകൂടിയായിരുന്നു തലാക്ക് നടന്നിരുന്നത്. നന്നെ 3 ചൊല്ലി പൂ എന്ന്. ഇപ്പോൾ ആ വിഷയം അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്നു. അന്ന് 3 ചൊല്ലിയാ പിന്നെ മടക്കിയെടുക്കാൻ പറ്റില്ല പഴയ കാലത്ത്. എന്നിട്ട് ആളുകൾ സ്വീകരിച്ചിരുന്ന കുതന്ത്രങ്ങൾ കേൾക്കണോ? ഒയ്യത്തിരിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. 3 ചൊല്ലിയാ പിന്നെ വേറൊരാള് കല്യാണം കഴിച്ചതിന് ശേഷമേ സ്വീകരിക്കാൻ പാടുള്ളൂ. അതിനെന്ത് ചെയ്യും? തൽക്കാലം ഒരു രാത്രി അതിനൊരു ചോറ് ചില്ലറ കാശ് ഏതെങ്കിലും ഒരാൾക്ക് ചിലവഴിച്ച് അയാളെ കൊണ്ട് കാനോത്ത് കഴിപ്പിച്ച് പുലർച്ചയ്ക്ക് തലാക്ക് ചൊല്ലി പിന്നെ ആദ്യത്തെ ഭർത്താവിനെ കൊണ്ട് തന്നെ കെട്ടിക്കും. ഇത് ഒരു ഹീലത്തു ശർഅ, ഒരു ദുസ്സാമർത്ഥ്യം, ഒരു കുതന്ത്രം ഇങ്ങനെ പ്രയോഗിക്കുകയായിരുന്നു പതിവ്. ഞങ്ങളുടെ നാട്ടിലൊരു ഒരു മനുഷ്യൻ അങ്ങനെ ഒരു കല്യാണം കഴിച്ചു, കോഴിക്കോട്ട് പാണ്ഡ്യാലയിൽ വെച്ച്. അയാൾ ഇത്തിരി പോക്കിരിയാണ്. രാത്രിയിൽ വീട്ടിൽ വന്നു, ഭാര്യയോട് പറഞ്ഞു, പുതിയ കല്യാണം കഴിച്ച പെണ്ണിനോട് പറഞ്ഞു, നിന്നെ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നു, നിനക്കിഷ്ടമാണെങ്കിൽ എന്നോടൊപ്പം കാലാകാലം കഴിയാം. അവൾ തയ്യാറായി. പുലർച്ചെ പോക്കിരികൾ, ഗുണ്ടകൾ വന്നു. യജമാനന് വേണ്ടി, കോയക്ക് വേണ്ടി, മുതലാളിക്ക് വേണ്ടിയിട്ട് തലാക്ക് ആവശ്യപ്പെട്ടു. അയാൾ പറഞ്ഞു, ഞാൻ തലാക്ക് ചെല്ലാൻ വേണ്ടി കെട്ടിയതല്ല, നിങ്ങൾ ഒയ്യത്തിരുന്നതായിരുന്നു. അതെന്തോ ഞാൻ കല്യാണ സമയത്ത് ഒഴിഞ്ഞപ്പോൾ ആ പദപ്രയോഗം നടത്തിയിട്ടില്ല. ഞാൻ ഇവളെ എന്റെ ജീവിത പങ്കാളിയായി സ്വീകരിച്ചിരിക്കുന്നു, ഒഴിവാക്കുകയില്ല എന്ന്. പോക്കിരിത്തരം വന്നു. ഇയാളും പോക്കിരിത്തരം ഉപയോഗിച്ചു. അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് ആളുകളെയുമായി വണ്ടിയിൽ കയറ്റി പെണ്ണിനെ കൊണ്ടുപോയി. മരിക്കോളാം ആ പെണ്ണിനെ പോറ്റി വളർത്തി. മുസ്ലിം സമൂഹത്തിലെ ഒരു ദുരവസ്ഥയുടെ മാതൃകയാണ്. അതേസമയം ഇങ്ങ് ശ്രീകണ്ഠാപുരം, കണ്ണൂർ ജില്ലയുടെ അറ്റത്ത് ശ്രീകണ്ഠാപുരം ഒരു ഒയ്യത്തിരിക്കുന്ന പരിപാടിയിൽ ഒരു മനുഷ്യൻ തയ്യാറായില്ല. പുരുഷൻ പറഞ്ഞു, അഭിഷേകമുള്ള, ഉസിരുള്ള, ഉളുപ്പുള്ള ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇത് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. അതുകൊണ്ട് മറ്റെന്തെങ്കിലും മാർഗം മുസ്ലിയാർക്ക് നിർദ്ദേശിക്കാമോ എന്ന്. മുസ്ലിയാര് പറഞ്ഞു, എങ്കിൽ പിന്നെ അവൾ മതം മാറണം, എന്നിട്ട് മതത്തിലേക്ക്, ഇസ്ലാമിലേക്ക് വീണ്ടും വരിക. അങ്ങനെ ഖദീജ പാർവതിയായി രൂപപ്പെടുകയും പുലർച്ചെ അതേ മുസ്ലിയാർ തന്നെ പാർവതിയെ ഖദീജയാക്കി ദീനിൽ കൂട്ടുകയും ചെയ്തു. 2ാമത് കല്യാണം കഴിച്ചു കൊടുത്തു. എന്നാലും വേണ്ടില്ല, ഒയ്യത്തിരിക്കുക എന്ന വൃത്തികെട്ട സമ്പ്രദായത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന നിലയ്ക്ക് ഭർത്താവ് ആശ്വസിക്കുകയും ചെയ്തു. ഇതായിരുന്നു മുസ്ലിമീങ്ങളിൽ ഒരു സ്ഥിതിവിശേഷം. അതേപോലെ തന്നെ മുസ്ലിം ഗ്രാമങ്ങളിലും മഹല്ലുകളിലും കണ്ടുവന്നിരുന്ന മറ്റൊരു വൃത്തികേട്, പലപ്പോഴും ആളുകൾ കല്യാണം കഴിച്ചിട്ട് കെട്ടിയ പെണ്ണിനെ യഥാവിധി പരിചരിക്കുന്നതിന് പകരം എവിടേക്കെങ്കിലും ഒക്കെ പോകും. സിംഗപ്പൂരോ, പേർഷ്യയോ, മലേഷ്യയോ, ബർമയോ, ഗൾഫോ ഒക്കെ എങ്ങനെങ്കിലും ഒക്കെ പോകും. അതൊരു തെറ്റാണ്, അതൊരു കുറ്റമാണ്. ഈ ഭാര്യയുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു കൊടുക്കേണ്ടതുണ്ട്. നിന്റെ ഭാര്യയോട് നിനക്ക് ചില ഉത്തരവാദിത്വമുണ്ട്. ഭാര്യയുടെ വായിൽ ഒരു ഉരുള ഭർത്താവ് ഉരുള വച്ച് അവരുടെ വായിൽ വെച്ചു കൊടുക്കുന്നത് പോലും സ്വതക്കയാണ്, പുണ്യമാണ്, പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളിൽ ഭാര്യമാരെ തിരിഞ്ഞു നോക്കാതെ എങ്ങോ തെണ്ടിക്കളിക്കുന്ന സ്വഭാവം, എന്നിട്ട് എത്തുന്നിടത്തു നിന്നൊക്കെ കല്യാണം കഴിക്കുന്ന മറ്റൊരു നടപടി ദൂഷ്യവും, ഇതൊക്കെയും സൂഫികൾ ഈ സമൂഹത്തിൽ നൽകിയിട്ടുള്ള നിലപാടാണ്. ഈ സൂഫികളിൽ ഷാറാനി എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നു, ഭാര്യമാരെ വിധവകളെ ആക്കുകയും
മക്കളെ അനാഥകളാക്കുകയും വേണമെന്ന് തുറന്നു പറയുകയാണ്. മുസ്ലിം സമൂഹത്തിന്റെ മേൽവിലാസം നശിപ്പിക്കുവാൻ ഓറിയന്റലിസ്റ്റുകളുടെയും അതുപോലെ തന്നെ അത് സാമ്രാജ്യത്വത്തിന്റെയും ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഈ സൂഫികൾ. സൂഫി എന്ന് കേൾക്കുമ്പോൾ നമുക്കിപ്പോൾ ആദരപൂർവമാണ് ആ വാക്ക് പോലും. ആരാധനാ മനോഭാവത്തോടു കൂടിയാണ് ആ വാക്കിനെ ആളുകൾ സ്വീകരിക്കുന്നത്. ഈ വിഭാഗം ആളുകൾ ഇസ്ലാമിനെ നശിപ്പിച്ചതുപോലെ മറ്റൊരു കൂട്ടർക്ക് ഈ ആദർശത്തെ നശിപ്പിക്കുവാൻ സാധിച്ചിട്ടില്ല. എന്താ പറയുന്നത് അറിയോ? ഷാറാനി പറയുന്നു, ഭാര്യമാരെ വിധവകളെ പോലെ കാണണമെന്ന്. എന്ന് പറഞ്ഞാൽ ഭർത്താവുണ്ട്, ഉപകാരമല്ല, പുല്ലുട്ടിയിലെ പട്ടിയെ പോലെ അല്ലെങ്കിൽ കൊതുകിനെ പോലെ എന്നൊക്കെ പറഞ്ഞാൽ ഉറങ്ങാൻ അനുവദിക്കുകയുമില്ല. ഇയാളുടെ മുഖത്തിൻ കീഴിലാണ്, പക്ഷെ അയാൾ ഭർത്താവിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കീഴിലായതുകൊണ്ട് മറ്റൊരാളുടെ കൂടെ പോകാനും നിർവാഹമില്ല. ഈ കോലത്തിൽ കഷ്ടപ്പെടുത്തിയിരുന്നു ഈ സമൂഹത്തെ. മക്കളെ തന്നെ, മക്കളുണ്ടായാൽ ആ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത്, ആ മക്കൾക്ക് നല്ല പേര് നൽകേണ്ടത്, പ്രായപൂർത്തിയെത്തിക്കഴിഞ്ഞാൽ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തം നിർവഹിക്കാതെ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി ചിലർ അപ്രത്യക്ഷമാകും. ആ രീതിയിൽ കഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം. ഇതിനൊക്കെയും സൂഫികൾ ചില കഥകൾ മെനഞ്ഞെടുത്തു, ചില സ്വപ്നങ്ങൾ ഉണ്ടാക്കി, ചില ലൗഹുൽ മഹ്ഫൂദിലെ കഥകൾ അവർ ആവിഷ്കരിച്ചു. ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിന്റെ കഥകൾ മുസ്ലിമീങ്ങളുടെ ഇടയിൽ വളരെ വ്യാപകമാണ്. അദ്ദേഹം ഒരു രാജാവായിരുന്നു. സുന്ദരിയായ ഭാര്യയും മക്കളുമുണ്ട്, ഭരണീയരുണ്ട്. പ്രജകളെയും മക്കളെയും അതുപോലെയുള്ളവരെയും വർജിച്ചുകൊണ്ട് അദ്ദേഹം നാട് വിട്ടുപോയി. എന്താ കാരണം? ഒരു ദിവസം വേട്ടക്ക് പോയപ്പോൾ വേട്ടമൃഗം അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു അത്രേ, അഹുലിക്തഹാദ, നീ വേട്ടയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണോ എന്ന്. അത് അദ്ദേഹത്തെ ചിന്തിപ്പിക്കുകയും ഇടയന്റെ വസ്ത്രം സ്വയം അണിയുകയും തന്റെ വസ്ത്രം ഇടയന് കൊടുക്കുകയും അങ്ങനെ ഊരു ചുറ്റുകയും ചെയ്തു. നാടും വീടും ഊരും ചെറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിറന്ന മക്കളെ കുറിച്ച് ശുഗലില്ല, ഭാര്യയെ കുറിച്ച് ചിന്തയില്ല, മാതാപിതാക്കളെ കുറിച്ച് ചിന്തയില്ല. അദ്ദേഹം അങ്ങനെ തപസ്സിരിക്കുവാൻ കാടുകളിൽ നിന്ന് കാടുകളിലേക്ക് ഊരുതണ്ടുകയാണ്. ഒരു ദിവസം ആ മനുഷ്യൻ പറയുന്നു കഅബാലയത്തിലേക്ക് ഹജ്ജിന് പോകുന്ന സന്ദർഭം ഒരു സുന്ദരനായ ചെറുപ്പക്കാരനെ കണ്ടതിന് ശേഷം അദ്ദേഹം പൊട്ടി കരയുകയാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം കരയുകയാണ്. അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് ഒരാൾ ചോദിച്ചു, എന്തിനാണ് ഷെയ്ഖേ നിങ്ങൾ കരയുന്നത്? ആ കാണുന്ന മനുഷ്യനറിയോ? കാണുന്ന ചെറുപ്പക്കാരനെ, യുവാവിനെ? ഇല്ല, അത് എന്റെ മകനാണ്. അതിനെന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഞാനെന്ന് എന്റെ കൊട്ടാരത്തിൽ നിന്ന് വിട്ടിറങ്ങുന്ന സമയത്ത് അതൊരു മുലകുടി പൈതലാണ്. എന്റെ ഭാര്യയെയും മക്കളെയും ഞാൻ തിരിഞ്ഞു നോക്കില്ല എന്ന ശപഥം, എനിക്ക് അല്ലാഹുവിന്റെ മാർഗം മതി എന്ന നിലയ്ക്ക് ഇറങ്ങിത്തിരിച്ചതാണ്. ആ ശപഥമില്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ മകനെ കെട്ടിപ്പിടിക്കുമായിരുന്നേനെ എന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം വിലപിച്ചു പോൽ. ഇത് ഏതിലുള്ളതാണ് ഈ കഥ ഏതിലുള്ളതാ? ഞാൻ ആ പുസ്തകമൊക്കെ ഉണ്ട് ഇവിടെ. മുക്കാൽ മണിക്കൂറിലേറെ സംസാരിക്കാൻ നിർവാഹമല്ല. അമലുകളുടെ മഹത്വം എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടർ എഴുതിയ പുസ്തകം, അത് തബ്ലീഗ് ജമാഅത്തിന്റെ. നോക്കി സഹോദരന്മാരെ, ഇത്ര വലിയ അപകടമുണ്ടാക്കുന്ന പുസ്തകം അള്ളാഹുവിന്റെ ഭൂമിയിൽ ഇതുപോലെ വേറൊന്നില്ല. നമ്മൾ വിചാരിക്കും ഇവര് നല്ല മുന്തിയ കൂട്ടരാണ്, ആത്മീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്, നിസ്കാരം നോൻപും. പക്ഷെ പട്ടിൽ പൊതിഞ്ഞ പാഷാണം, നല്ല വർത്താനം, നല്ല ചേലും കോലും, നല്ല തുണിങ്കുപ്പായും, നല്ല ഉടുപടയും സാമൂഹ്യ സേവനവും ആളുകളെ ആകർഷിക്കും. അതുവഴി തന്റെ ആദർശം കുത്തിത്തിരികാം. ഇതൊരു പോളിസിയാണ് പലരുടെയും പോളിസിയാണ്. ഇവരും ഈ പോളിസി സ്വീകരിച്ചു. എന്നിട്ട് ഈ കഥ ഇതിലുണ്ട്. ഈ കഥ ഓരോ കഥകൾ കേൾക്കുമ്പോൾ ഞെട്ടിത്തെറിച്ചു പോകും. ഖിളിർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഇവരെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന എന്താ അറിയോ? ഖിളിർ നബി മരിച്ചിട്ടില്ല എന്നാ ഇവരെന്നെ ഈ പറയണത്. ഖിളിർ നബി മരിച്ചിട്ടില്ല. ഖിളിർ നബി ഇങ്ങനെ നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ 6-ാം വിരലിന് കൈ കൊടുക്കുമ്പോ ശ്രദ്ധിച്ചാൽ മതി, 4-ാം വിരലിന് അസ്ഥിയില്ല. അത് അസ്ഥിയില്ലാത്ത 6-ാം വിരലുള്ള ആളെ കൈ കൊടുക്കാൻ അവസരം കിട്ടിയാൽ ഖിളിർ നബിയാണെന്ന് വിശ്വസിക്കണം എന്നാണ്. അയാളെ കണ്ടാൽ എന്തെങ്കിലും വരം കൊടുക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ നാടുകളിലുണ്ട്. അദ്ദേഹം മരിച്ചിട്ടില്ല. ഇങ്ങനെ ഊരുതണ്ടുകയാണ്. അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും ഇടയ്ക്കിടെ സന്ദർശിക്കും. ഓർഹിറയിൽ എല്ലാ വെള്ളിയാഴ്ച രാവിലും ഔലിയാക്കന്മാരുടെ കോൺഫറൻസ് ഉണ്ട്. ആ കോൺഫറൻസിൽ അധ്യക്ഷം വഹിക്കുന്നത് ആരാണെന്നറിയോ? ഖിളിർ നബിയാണ്. ഖിളിർ നബിയുടെ അഭാവത്തിൽ സയ്യിദുൽ അംബിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അധ്യക്ഷം വഹിക്കുമെന്നാണ് സൂഫികൾ പറയുന്നത്. നല്ല പുതുമയുള്ള കഥകളാണ്.
ഇദ്ദേഹവും അലക്സാണ്ടറും കൂടി മാഉൽ ഹയാത്ത് കുടിക്കാൻ പോയി, ജീവജലം കുടിക്കാൻ പോയി. ഒരു ശവത്തെ തന്റെ കാലിൽ വെച്ച് കെട്ടിയാണ് സമർത്ഥനായ ഖിളിർ പുഴകളിലൂടെ നീങ്ങുന്നത്. ഈ ശവത്തിന് ജീവൻ കിട്ടിയപ്പോൾ ഖിളിറിന് തോന്നി ഇത് തന്നെയാണ് മാഉൽ ഹയാത്ത് എന്ന്, ജീവജലം. അത് കുടിച്ചു. അദ്ദേഹം ചിരഞ്ജീവിയായി, മരിച്ചിട്ടില്ലത്രേ, മരിക്കുകയുമില്ലത്രേ. അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏതെങ്കിലും ഒരു വ്യക്തി കാലാകാലം മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കുവാൻ അവകാശവും അർഹതയും അനുസരിക്കപ്പെടാനും ആദരിക്കപ്പെടാനും ഉള്ള വ്യക്തി ഉണ്ടെങ്കിൽ അത് അഷ്റഫുൽ ബശർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ലൗ കാനത്തിദ് ദുനിയ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഫിഹാ മുഖല്ലദാ. ആർക്കെങ്കിലും കാലാകാലം മനുഷ്യന്മാരുടെ ഇടയിൽ ജീവിക്കാൻ ഒരു അവസരം നൽകപ്പെടുമായിരുന്നെങ്കിൽ അത് മുഹമ്മദ് നബിക്ക് നൽകപ്പെടുമായിരുന്നേനെ. കാരണം അനുസരിക്കപ്പെടുവാൻ ഇതിനേക്കാളും വലിയൊരു വ്യക്തി അള്ളാഹുവിന്റെ ഭൂമിയിൽ വേറെയില്ല. എന്നിട്ട് മുഹമ്മദ് നബി മരിച്ചു, ഖിളിർ നബി മരിച്ചിട്ടില്ല. ഭൂമിയിൽ ഇങ്ങനെ നടക്കുക, അവിടെയൊക്കെ കാട്ടുകൂടെയും ഓണങ്കറ മൂലകളിലൂടെയും. ഇപ്പോൾ ബൈത്തുൽ മുഖദ്ദസിൽ ളുഹർ നമസ്കരിച്ചാൽ അസർ നമസ്കരിക്കുവാൻ കഅബാലയത്തിൽ വരും. പിന്നെ മഗ്രിബ് നമസ്കരിക്കുവാൻ സമർക്കന്ദിൽ പോകുമത്രേ. ഈ പുസ്തകത്തിലുണ്ട്. ഈ പുസ്തകത്തിൽ ഫളായിലെ ഹജ്ജ് നമ്മുടെ തബ്ലീഗ് ജമാഅത്തുകാർ പള്ളികളിലും വീടുകളിലും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരു ഇബാദത്ത് പോലെ വായിച്ചു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പുസ്തകമാണിത്. ഈ 3 സ്ഥലത്ത് ഖിളിർ നബി ഊരുതണ്ടുകയാണ്. കാണുന്നവർക്കൊക്കെ വരം കൊടുക്കുകയും ചെയ്യുന്നു അത്രേ ഖിളിർ അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് ഈ ഖിളിർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള വിശ്വാസം, ഇതിനൊരു ഖൽവത്തുണ്ട്, റിയാളയുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ ഖിളിർ നബിയെ കാണാനിരുന്നു. റമളാനിൽ അവസാനത്തെ 10കളിൽ റിയാളയിൽ ഇരിക്കുകയാണ്. ഇത്തികാഫിൽ ഇരിക്കുന്നതോടൊപ്പം ഇത് ഈ ഖിളിറിനെയും കൂടി കിട്ടിയ തിരക്കടില്ല എന്ന് അയാൾക്കൊരു പൂതി. കാരണം ദുനിയാവിലുള്ള ഒരുപാട് കാര്യങ്ങൾ ആശ അദ്ദേഹം വഴി ഹാസിലാകും. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഒരു പൂച്ച വന്നു, പല കോലത്തിലും വരുന്ന. ഈ പൂച്ചയെ അദ്ദേഹം സലാം ചൊല്ലി കെട്ടിപ്പിടിച്ചു. എന്തെങ്കിലും തിന്നിട്ടേ ഞാൻ വിടുള്ളൂ, എന്തെങ്കിലും തിന്നിട്ടേ ഞാൻ വിടത്തുള്ളൂ, അല്ലാതെ നിങ്ങളെ വിടുകയില്ല. നേരം വെളുക്കോളം പൂച്ചയും മനുഷ്യനാണ് കെട്ടിമറിഞ്ഞത്. ഇങ്ങനെ സ്വപ്നത്തിലും കശ്ഫിലും പ്രത്യക്ഷമായും പരോക്ഷമായും അലൈഹിസ്സലാം കുതുബുകൾക്കും അബ്ദാലുകൾക്കും അതുപോലെ തന്നെ ശൈഖന്മാർക്കും കോജമാർക്കും സൂഫികൾക്കും അറിവുകൾ നൽകുന്ന അങ്ങനെ സൂഫി യഥാർത്ഥത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്ത്. നിങ്ങൾ മരിക്കും, അവരും മരിക്കും. മുഹമ്മദ് നബിയെ കുറിച്ചാണ് പറഞ്ഞത്. ഉഹദ് യുദ്ധത്തിലെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു ആയത്ത് ഇറങ്ങി, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത മിൻ ഖബ്ലിഹി റുസുൽ അഫഇമ്മാ തൗ ഖുതിലൻ ഖലബ്തും അലാ അഖാബിക്കും. മുഹമ്മദ് നബി മുമ്പ് കഴിഞ്ഞു പോയ പോലെയുള്ള ഒരു പ്രവാചകനാണ്. അദ്ദേഹം മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ ഈ ആദർശത്തിൽ നിന്ന് പുറംതിരിഞ്ഞു പോകുകയോ ഖുർആൻ ചോദിക്കുന്നു. അപ്പോ യഥാർത്ഥത്തിൽ ഈ ഖിളിർ അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്നു എന്നതും തെണ്ടി നടക്കുന്നു എന്നും വരം കൊടുക്കുന്നു എന്നും സൂഫികൾ പ്രചരിപ്പിക്കുന്ന തത്വമാണ്. ഈ തത്വമാണ് തബ്ലീഗ് ജമാഅത്തുകാരും പ്രചരിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ ഇമാമായിട്ട് നിസ്കരിക്കുക, അസർ സമയം, അസറിന് ജഹ്റാക്കിയിട്ടല്ലല്ലോ ഓതേണ്ടത്. പക്ഷെ ഇയാൾ അസറിന് ജഹ്റാക്കി ഓതി. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നെത്തിയപ്പോഴാണ് ഇമാമിന് മനസ്സിലായത് ഇത് പതുക്കെയാണ് ഓതേണ്ടത്, അസറാണല്ലോ. ഇയാൾ ഉറക്കെ അങ്ങനെ ഓതുന്നു. മഅ്മൂമിങ്ങളുടെ അടുത്ത് നിന്ന് പ്രത്യേക പ്രതികരണമൊന്നും കണ്ടില്ല. അങ്ങനെ മഅ്മൂമിങ്ങൾ ഇയ്യാക നഅ്ബുദുവിൽ എത്തിയപ്പോ ഈ മനുഷ്യന് പതുക്കെ ഓതണമെന്ന് മനസ്സിലാക്കി അവിടെ നിർത്തി. അപ്പൊ ബാക്കിന്ന് മഅ്മൂമിങ്ങൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ഇമാമിനെ തിരുത്തുകയാണ്. ഉറക്ക ഓതിയിട്ട് ഇമാമിന് കിട്ടാഞ്ഞിട്ടേക്കുന്നു എന്ന മാതിരിയിൽ കേരളത്തിലെ മതപ്രബോധന രംഗത്ത്, മത സംഘടനകളുടെ രംഗത്ത് ഇമാമ് പദവിയുള്ളതായ നമ്മുടെ സമസ്തക്കാര് അവര് ഫൗള് കളിച്ചുകൊണ്ട് അസറിൽ ഉറക്കെ ഓതാൻ പാടില്ല. അതുപോലെ തന്നെ അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ, ബിദ്അത്തുകളോട് താദാത്മ്യപ്പെടാൻ പാടില്ല. പക്ഷെ സകല ബിദ്അത്തുകളെയും താലോലിച്ചുകൊണ്ട് ഖബർ പൂജകൾക്ക് നേതൃത്വം കൊടുക്കുന്ന സമസ്തക്കാർ അവർ ഇയ്യാക നഅ്ബുദു വരെ ഓതി. അപ്പൊ അതിന്റെ ബാക്കിയും കൂടി ഓതിക്കൊടുത്ത ആൾക്കാരാണ് ആര്? തബ്ലീഗുകാർ എന്ന് പറഞ്ഞാൽ 6 മുളത്തിന്റെ പകുതിയാണ് 3. സമസ്തയിലിന്റെ ഫോട്ടോസ്റ്റാറ്റ് തന്നെയാണ് തബ്ലീഗ് ജമാഅത്ത്. അവർക്ക് ഖുറാഫാത്തില്ല എന്ന് വിശ്വസിക്കുവാൻ യാതൊരു നിർവാഹവുമില്ല. സ്നേഹിതന്മാരെ, ഖളിർ അലൈഹിസ്സലാത്തു വസ്സലാം ഭക്ഷണം വേണ്ടവർക്ക് ഭക്ഷണം കൊടുക്കുക,
അതുപോലെ വരം കൊടുക്കേണ്ടവർക്ക് വരം കൊടുക്കുക, പ്രയാസമുള്ളവരുടെ പ്രയാസം ദൂരീകരിക്കുക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഹബീബാണ്. ബദർ യുദ്ധത്തിൽ മലക്കുകളെ ഇറക്കി അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തആല സഹായിച്ചു. അവിടെ ഖളിറിനെ കണ്ടില്ല. ഉഹദ് യുദ്ധത്തിൽ പിൻവശത്തിലൂടെ ഖാലിദും കൂട്ടരും കടന്നു വന്ന് മുസ്ലിമീങ്ങളെ പിന്നാമ്പുറത്തിലൂടെ ആക്രമിച്ചു. മുസ്ലിമീങ്ങൾക്ക് ഞെരുക്കവും പ്രയാസവും ഉണ്ടാക്കി. അവിടെ ഖളിറിനെ കണ്ടില്ല. സ്വഹാബത്തിൽ അനവധി ആളുകൾ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനത്തെ പള്ളിയിൽ സുഫത്തിന്റെ ആളുകളായി കഴിഞ്ഞുകൂടി. അവർക്ക് ആർക്കെങ്കിലും ഒരു മുറുക്ക് വെള്ളം കൊടുക്കുവാൻ ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടില്ല. വിശപ്പിന്റെ അതികാഠിന്യം കൊണ്ട് അബൂബക്കർ സിദ്ദീഖും ഉമറുൽ ഫാറൂഖും മദീനയിലെ തെരുവിൽ ഒരു അസമയത്ത് ഇറങ്ങിയപ്പോൾ ഓർക്കാപ്പുറത്ത് അവർ മുഹമ്മദ് നബിയെയും കണ്ടു. മൂന്നു കൂട്ടരും വിശപ്പിന്റെയും പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും സങ്കടം പങ്കുവച്ചതിന് ശേഷം ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക്, ഒരു സഹാബി വര്യന്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ നിന്ന് ഒരു വിധത്തിലുള്ള പുളിച്ചു നാറുന്നൊരു നെയ്യും ഒരു പരുക്കൻ പത്തിരിയും കിട്ടി. തിന്നതിന് ശേഷം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ അനുഭവിക്കുന്ന അനുഗ്രഹം അല്ലാഹു തആല നാളെ പരലോകത്ത് ചോദിക്കും എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഒരു മുറുക്ക് വെള്ളം കൊടുക്കുവാൻ ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടില്ല. എങ്കിൽ ഇവർ ഈ ആളുകൾ തബ്ലീഗുകാരുടെ കഥാപുസ്തകങ്ങളിൽ അല്ലെങ്കിൽ അവർ പള്ളികളിൽ വായിക്കുന്ന പുസ്തകങ്ങളിൽ അവർ പറയുന്ന ചില കഥകൾ കേട്ടോളൂ. തബ്ലീഗുകാര് അവരുടെ ഗ്രന്ഥത്തിലൂടെ ഖളിർ കഥകൾ പഠിപ്പിക്കുന്നു. ഒരിക്കൽ പറയുന്ന ഒരു കഥ, ഷെയ്ഖ് മുഹമ്മദ് സക്കരിയ കാന്തേലവി അവരുടെ പ്രമുഖനായ ഒരാളാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ഇജാസിൽ ഒരു മലയിൽ അനേക ദിവസം ഒന്നും ആഹരിക്കാത്ത നിലയിൽ കഴിഞ്ഞുകൂട്ടി. ഒരു ദിവസം റൊട്ടിയും നല്ല ചൂട് ബാക്കില്ലായും, അമരപ്പയർ, ബാക്കില്ല പറഞ്ഞാൽ ഒരു തരം പയറാണ്, ഈ അറേബ്യയിൽ മാത്രം ഉണ്ടാകുന്ന സാധനം. നല്ല ചൂടുള്ള ബാക്കില്ലായും കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. എങ്കിലും ഞാൻ ഈ വിജനമായ കാട്ടിലാണല്ലോ. കാന്തേലബി കഥ പറയുകയാണ്, ഒരു മഹാന്റെ കഥ പറയുകയാണ്. അതിലൊക്കെ ഒരു മഹാനും ഒരു സൂഫിയും ഒരു സ്വപ്നവും ഒരു ലൗഹുൽ മഹ്ഫൂദിൽ നിന്നുള്ള കഥയും ലദുനിയായ ഇൽമുമാണ്. സ്നേഹിതന്മാരെ, സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ ഹദീസിനും പുറമെ ഒരുത്തന്റെ സ്വപ്നവും ഒരുത്തന്റെ കശ്ഫും ഇസ്ലാം മതത്തിൽ തെളിവല്ല. റസൂലുള്ള പറഞ്ഞു, ഞാനിതാ നിങ്ങളെ ശുഭ്രമായ വെളിച്ചത്തിലാണ് വിട്ടുപോകുന്നത്. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഈ ആദർശം നിങ്ങളിലുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹിന്റെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ വഴിതെറ്റിപ്പോകുന്ന പ്രശ്നമേ ഇല്ല എന്ന്. അതിന് പകരം കുറെ മഹത്വപ്പെടുത്തിയ കിതാബുകൾ കൊണ്ടുവന്നിട്ട് ഓരോ ജാതി കഥകൾ, സ്വപ്നക്കഥകൾ പറയുകയാണ്. എന്താണ് ഈ കഥ പറയുന്നത്? നല്ല ചൂടുള്ള ബാക്കില്ല കിട്ടണം. അവിടെ അത് കിട്ടുമെന്ന് തോന്നുന്നില്ല. എങ്കിലും ഞാൻ ഈ വിജനമായ കാട്ടിലാണല്ലോ. ഇറാഖിൽ എത്തണമെങ്കിൽ ഇവിടെ നിന്നും വളരെ ദൂരമുണ്ടല്ലോ. ഇവിടെ ചൂട് ബാക്കില്ല, എവിടെ കിട്ടാനാണ് എന്നെല്ലാം മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരുന്നു. ഇതിനിടയിൽ ഒരു കാട്ടറബി വന്നിട്ട് പറഞ്ഞു, ഇതാ റൊട്ടിയും ചൂട് ബാക്കില്ലായും എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നതായി കണ്ടുമുട്ടി. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നിട്ട് ചൂടുള്ളതാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് പറയുകയും തന്റെ മുണ്ട് വിരിച്ച് അതിൽ റൊട്ടിയും ചൂട് ബാക്കില്ലയും വെച്ചിട്ട് ഇതാ കഴിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ആഹരിച്ചപ്പോൾ ഇനിയും കഴിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കഴിച്ചു. 3-ാം പ്രാവശ്യവും തിന്നാൻ ആവശ്യപ്പെട്ടു. അപ്പോഴും ഞാൻ തിന്നു. അദ്ദേഹം 4-ാം പ്രാവശ്യം എന്നോട് കഴിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ചോദിച്ചു, നിന്നെ ഈ വനാന്തരത്തിൽ എനിക്ക് വേണ്ടി അയച്ചവനാരാണ് എന്ന്. പരിശുദ്ധനായ അള്ളാഹുവാണ് സത്യം, നീ പറയണം, നീ ആരാണ് എന്ന്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഖിളിർ അലൈഹിസ്സലാം ആണ് എന്ന്. ഹജ്ജിന്റെ മഹത്വങ്ങൾ, ഈ പുസ്തകം ഹജ്ജിന്റെ മഹത്വങ്ങൾ, പേജ് 467. ഖിളിർ നബി ഇങ്ങനെ ഭക്ഷണം കൊണ്ടു കൊടുക്കുക കാട്ടിലുള്ളവർക്ക്. അതേസമയം അള്ളാന്റെ ഹബീബായ നബിക്ക് ഒരു മുറുക്ക് വെള്ളം കൊടുത്തില്ല. അതേസമയം സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും വറദു അൻഹു എന്ന് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച അള്ളാഹു അവരെ കുറിച്ചും അവർ അള്ളാഹുവിനെ കുറിച്ചും പരസ്പരം സംതൃപ്തരായിട്ടുണ്ട്. അവർക്കൊരു മുറുക്ക് വെള്ളം കൊടുക്കാൻ ഈ ആളുകൾ ആരും ഉണ്ടായിട്ടില്ല, ഒരു സൂഫിയും ഉണ്ടായിട്ടില്ല എന്ന്. ഇനി ഇതാ അവർ പറയുന്ന വേറെ ഇതിനേക്കാളും പുതുമയുള്ള മറ്റൊരു കഥ. ഇവര്
ഇവർക്ക് അള്ളാന്റെ അടുക്കെന്നാണ് ഇൽമ കിട്ടുന്നതെന്ന് അവകാശം. അതുകൊണ്ട് നിങ്ങളെ വഹിയൊന്നും വേണ്ട. എന്നാ പിന്നെ ഇവരും കാദ്യാനികളും തമ്മിൽ എന്താ വ്യത്യാസം? ഇവര് പറയുന്നു, മദീനത്തെ പള്ളിയിൽ ഒരാൾ ഹദീസ് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഒരു ചെറുപ്പക്കാരൻ അബ്ദുർ റസാഖ് എന്ന് പറയുന്ന ആളാണ് ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു, നീ എന്താണ് അവിടെ? ഒരു മഹാൻ വന്ന് ചോദിക്കുക, നീ എന്താ ഹദീസ് ക്ലാസ്സിൽ പങ്കെടുക്കാത്തത്? ഓൻ റസാഖിന്റെ അബുദാണ്, എനിക്ക് റസാഖിൽ നിന്ന് നേരിട്ട് കിട്ടുന്നുണ്ട്. റസാഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു നാമമാണ്. റസാഖ്, ഇന്നല്ലാഹ റസാഖ്, അള്ളാഹു തആലയാണ് ദാതാവ്, അള്ളാഹുവിന്റെ ഒരു ഇസ്മാണത്. ആ കാര്യം ഉപയോഗപ്പെടുത്തിയിട്ട് പറയാണ്, ഇയാളുടെ പേര് അബ്ദുർ റസാഖ്, റസാഖിന്റെ അടിമ. അയാള് ഹദീസ് പറയുന്നത് റസാഖിന്റെ അടിമയിൽ നിന്നാണ്, ഞാൻ റസാഖിൽ നിന്ന് നേരിട്ടാണ് പറയുന്നത്. റസാഖിന്റെ ദാസരിൽ നിന്നുള്ള ഹദീസ് കേൾക്കാൻ എനിക്ക് വേണ്ട, ഇവിടെ റസാഖിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കുന്നവനാണുള്ളത്. ഇത് ഹജ്ജിന്റെ മഹത്വങ്ങൾ ഈ പുസ്തകം തന്നെ. ഇതൊരു മുന്തിയ സാധനാട്ടോ. ഇത് വാങ്ങി വായിച്ചു നോക്കേണ്ട. ഇവരെ ആകും പോറും നമുക്കത് തിരിയും. ഇനി ഇതുപോലെ വേറെയും പല പുസ്തകങ്ങളുണ്ട്. എന്തൊക്കെ ഖുറാഫാത്ത് അള്ളാന്റെ ഭൂമിയിലുണ്ടോ ആ ഖുറാഫാത്ത് മുഴുവനും തബ്ലീഗ് ജമാഅത്തിലുണ്ട്. ഇവരെ ചേരും കോലും കണ്ടാൽ വളരെ ബട്ടുർമുള്ള മനുഷ്യന്മാരാണെന്നാണല്ലോ. എന്നാൽ ഇവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ച കേൾക്ക്, അമലുകളുടെ മഹത്വം എന്ന് പറയുന്ന പുസ്തകത്തിൽ അള്ളാന്റെ ഖുർആൻ, വിശുദ്ധ ഖുർആന്റെ മഹത്വങ്ങൾ പറയുകയാണ്. അക്കൂട്ടത്തിൽ പറയുന്നു, ഖുർആൻ ഓതുമ്പോ കരയണം, ഖുർആൻ ഓതുമ്പം കരയണം. കരയാൻ നിനക്ക് സാധ്യമല്ലെങ്കിൽ കരയുന്നതിന് പരിശ്രമിക്കണം, കരയുന്നതിന് പരിശ്രമിക്കണം. അത് കരച്ചിലുണ്ടാക്കിയിട്ടാണെങ്കിലും ശരി. ഖുർആന്റെ മഹത്വം എഴുതിയ പുസ്തകത്തില് പേജ് 8 അതിന്റെ തുടക്കത്തിൽ തന്നെയാണ്. അപ്പൊ എന്തായി? നല്ല അഭിനയത്തിന്റെ ആൾക്കാരുമാണ് ഇവര്. ഇനി ഈ സംഘടന ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നറിയോ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണതിന്റെ അസല് എങ്ങനെയാണ്? അതും സ്വപ്നം തന്നെയാണ്. മുഹമ്മദ് ഇല്യാസ് അദ്ദേഹമാണ് തബ്ലീഗ് ജമാഅത്തിന് രൂപം കൊടുക്കുന്നത്. അദ്ദേഹം പറയുന്നു, തനിക്ക് സ്വപ്ന ദർശനമുണ്ടായി, അതിലൂടെയാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത്. സ്വപ്നത്തിലൂടെ എനിക്ക് ഇജ്തിഹാദിനേക്കാളും ഇൽമിനേക്കാളും മഹത്വമുണ്ടായി. പലപ്പോഴും ഉറക്കം കൊണ്ട് എനിക്ക് ഉറക്കമില്ലാതെ പ്രയാസപ്പെടുമ്പോൾ ഞാൻ ഡോക്ടറെ സമീപിച്ചു. അങ്ങനെ ഉറക്കം വരാൻ വേണ്ടി പ്രത്യേകം എണ്ണ ഉപയോഗിക്കും, ഉറങ്ങും. ഉറക്കത്തിലൂടെയാണ് സ്വപ്നമുണ്ടാകുന്നത്. മുഹമ്മദ് ഇല്യാസ് പറയുന്നു, തബ്ലീഗിന്റെ വഴി എനിക്ക് സ്വപ്നത്തിലൂടെയാണ്, കശ്ഫിലൂടെയാണ് വെളിപ്പെട്ടത്. ജമാഅത്തു തബ്ലീഗ്, ഇത് അറബി പുസ്തകമാണ്. തുവൈജിരി എന്ന് പറയുന്ന ഒരു പാകിസ്ഥാൻ പണ്ഡിതന്റെ സഹായത്തോടുകൂടി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. പേജ് 27, ജമാഅത്തു തബ്ലീഗ് എന്ന് പറയുന്ന പുസ്തകം. അപ്പൊ സ്വപ്നത്തിലൂടെയാണ് ഈ പ്രസ്ഥാനത്തെ തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ആയത്തുകൾക്കുള്ള വ്യാഖ്യാനവും അദ്ദേഹത്തിന് സ്വപ്നത്തിലൂടെ ലഭിക്കുന്നു എന്ന് ഈ പറയുന്നത് ജമാഅത്ത് തബ്ലീഗ് എന്ന പുസ്തകക്കാരൻ ഇത് അദ്ദേഹത്തിന്റെ ഇല്യാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മൽഫൂലാത്ത് എന്ന പുസ്തകത്തിൽ നിന്നാണ് എടുത്തുദ്ധരിച്ചിട്ടുള്ളത് എന്നും കൂടി കാണാൻ കഴിയും. ഇനി ഇവരുടെ നമസ്കാരത്തിന്റെ കഥ കേൾക്കണോ? ഇവര് നമസ്കരിക്കുന്നതിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം നമസ്കാരത്തിന്റെ മഹത്വങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിലുണ്ട്. ഞാനത് ചില കഥകൾ വായിക്കാം. ചില സൂഫിയാക്കൾ താഴെ കാണും പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. സക്കരിയ മൗലാന എഴുതുകയാണ്. സക്കരിയ മൗലാന നമസ്കാരത്തിന്റെ മഹത്വങ്ങൾ എന്ന പുസ്തകത്തിൽ മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളിലുള്ളതെല്ലാം പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളതെല്ലാം സൂറത്തുൽ ഫാത്തിഹയിൽ വന്നിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിലുള്ളതെല്ലാം അതിലെ ബിയിൽ വന്നിട്ടുണ്ട്. ഇത് സൂഫികളുടെ അതേ ആദർശം തന്നെ. എന്നിട്ട് യാസീനെ പറ്റി നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും യാസീൻ പരിഹാരം. യാസീൻ വിശപ്പടക്കാൻ, വഴി കാണാൻ, പോയ മൃഗത്തെ കിട്ടാൻ, ഭക്ഷണത്തിന് സക്കറാത്ത് എളുപ്പമാക്കാൻ, വേഗം മരിക്കാൻ വേണ്ടിയിട്ട്, പ്രസവ പ്രയാസം ഇല്ലാതാക്കാൻ. മുമ്പ് ഗൈനക്കോളജിസ്റ്റ് മാല ഉണ്ടായി, നഫീസത്ത് മാല. അതിങ്ങനെ ഇവിടെ അമ്പലം കെട്ടി പ്രയാസപ്പെടുക. ഇവര് നല്ലോണം ഭക്ഷണവും ശാപ്പാടും കഴിച്ച് ഈ പാട്ടും പാടുക. ഒരു കൂട്ടർക്ക് വേദന, വേറൊരു കൂട്ടർക്ക് ആഹ്ലാദം. ഇതായിരുന്നു. അതുപോലെ ഇവിടെ യാസീൻ പരിഹാരം പ്രസവത്തിനും അവർ നിശ്ചയിക്കുന്നു. ഖുർആന്റെ മഹത്വങ്ങൾ പേജ് 92. ഇനി അവരുടെ ചികിത്സ വീണ്ടും കാണാം. പനിനീര്, കസ്തൂരി, കുങ്കുമം എന്നിവ കൊണ്ട് ഈ സൂറത്തിനെ, ഏത് സൂറത്തിനെ? ഫാത്തിഹ ബ്രാക്കറ്റ് കൊടുത്തു, പിഞ്ഞാണത്തിൽ എഴുതി കഴുകി
40 ദിവസം കുടിപ്പിക്കുന്നത് വളരെ പഴകിയ രോഗങ്ങൾ സുഖപ്പെടുന്നതിന് അനുഭവസിദ്ധമായതാണ്. ഏതാണിത്? ഖുർആന്റെ മഹത്വങ്ങൾ. ഇതേ പേജിന്റെ 93 കാണാം. ഖുർആന്റെ മഹത്വങ്ങൾ എങ്ങനെയുണ്ട്? 6ന്റെ പകുതി തന്നെയാണ് 3 മുളം. മുമ്പൊക്കെ മുസ്ലിമീങ്ങള് പള്ളിക്കോലായിൽ വെള്ളപ്പിഞ്ഞാണം വെള്ളത്തുണിയിൽ കെട്ടിയിട്ട് MBBS-കാരന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നത് പോലെ ക്യൂ നിൽക്കുകയായിരുന്നു ഈ മൗലാനമാരുടെ, മല്ലമാരുടെ, മുക്രിമാരുടെ, സൂഫികളുടെ, ശൈഖന്മാരുടെ മന്ത്രം സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അവിടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നത്. നമ്മൾ വിചാരിക്കും CP അബൂബക്കർ മൗലവി ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. സാന്ദർഭികമായി അനുയോജ്യം എന്ന നിലയ്ക്ക് ഞാനത് പറയട്ടെ. സോക്കടൊക്കെ മാറിയിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചൊരു സൈക്യാട്രിസ്റ്റ് അദ്ദേഹത്തിന്റെ 3 പിരാന്തന്മാരെ വിളിച്ചു വരുത്തി. ഒരു സൈക്കിൾ ചവിട്ടുകയാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും 2 പിരാന്തന്മാര് പെരുഞ്ചവിട്ട്. ഒരാൾക്ക് യാതൊരു ഭാവഭേദവുമില്ല, അയാൾ അവിടെ തന്നെ ഇരുന്നു. അപ്പൊ അയാൾക്ക് സോക്കട് മാറിയിട്ടുണ്ടാവുന്ന സൈക്യാട്രിസ്റ്റിന്റെ വിചാരം. 2 ആളെയും വീണ്ടും സെല്ലിലേക്ക് അയച്ചു. ഭ്രാന്ത് മാറിയിട്ടില്ല. ഒരു ചവിട്ട് പറഞ്ഞപ്പോഴേക്ക് പെരുഞ്ചവിട്ട്, യാതൊരു ലുക്കും ലഗാനും ഇല്ലാത്ത. 3-ാമത്തെ ആളോട് ഡോക്ടർ ചോദിച്ചു, അല്ല നിങ്ങളോട് ഞാൻ സൈക്കിൾ ചവിട്ടാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും ചവിട്ടാഞ്ഞ്? അല്ല മനുഷ്യ, ഞാൻ ഇറക്കത്തില്ല, അതിന്റെ പുറമെ ചവിട്ടും കൂടി ചെയ്താലോ. അപ്പൊ പിരാന്ത് മാറിയെന്ന് വിചാരിച്ച ആളുടെ പിരാന്താണ് മുറിയ പിരാന്ത്. മറ്റോലെ 2 ആളെ അയക്കണതിന്റെ മുമ്പ് ഇയാളെ അയക്കണം. അതുപോലെയാണ് സമസ്തക്കാരെക്കാളും വലിയ മുറുകിയ അന്ധവിശ്വാസമാണ് ഇവന്മാരിവിടെ കൊണ്ടു വളർത്തുന്നത്. നല്ല മുന്തിയ തുണിയും കുപ്പായൊക്കെ ഉണ്ട്, അത് ശരി തന്നെ. ഇനി കേൾക്കണം അതിന്റെ ശേഷം പറയുന്നത്, പല്ലുവേദനയ്ക്കും തലവേദനയ്ക്കും വയറുവേദനയ്ക്കും 7 പ്രാവശ്യം ഓതിയിട്ട് ഊതുന്നതും അനുഭവസിദ്ധമായതാണ്. പല്ലുവേദനയ്ക്ക് ഫാത്തിഹ ഓതി 7 പ്രാവശ്യം എന്നാണ്ട് മാറും. ഈ ജാതി ഏർപ്പാടുകളാണ് ഇവർ മുസ്ലിമീങ്ങളുടെ ഇടയിൽ പരിഭാഷപ്പെടുത്തിയും അല്ലാത്ത രീതിയിലും പ്രചരിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇവർ പ്രചരിപ്പിക്കുന്ന മറ്റൊരു കഥ, നമസ്കാരത്തിന്റെ മഹത്വങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 99-ാമത്തെ പേജിൽ പറയുന്നു, എന്നും രാത്രി നിസ്കരിക്കും തഹജ്ജുദ്. ഒരു ദിവസം ശൈഖ് അവറുകൾ നിസ്കരിക്കുന്ന സമയം വിട്ടുകിടന്നു, ഉറങ്ങിപ്പോയി. ഒരു സുന്ദരിയായ പെണ്ണ് അദ്ദേഹത്തെ വന്ന് വിളിച്ചുണർത്തി. എഴുന്നേൽക്ക്, നിസ്കരിക്കണ്ടേ? ഇല്ല, ഞാൻ മറന്നുവല്ലോ. നിങ്ങളാരാണ്? ഞാൻ സ്വർഗത്തിലെ സ്ത്രീയാണ്, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ എനിക്ക് വേണ്ടി നിസ്കരിക്കണം. ഈ വന്ന പെണ്ണിന്റെ പാദസരം പോലും തസ്ബീഹ് ചൊല്ലുന്നു. ഇപ്പൊ എന്തിനാ വരെ നിസ്കാരം? ഇവരെന്തിനാ നിസ്കരിക്കണം? ഈ കഥയിൽ നമസ്കാരത്തിന്റെ മഹത്വങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഈ കഥ പറയുന്നത്. ഇതുപോലെ ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് കഥകൾ. ഇതില് അത്യാവശ്യം അള്ളാന്റെ കത്ത് പല സൂഫികൾക്ക് കിട്ടും. ഹജ്ജിന്റെ മഹത്വം എന്ന് പറയുന്ന പുസ്തകത്തിൽ 447 പേജ്. കൂടുതൽ ദീർഘിപ്പിക്കാൻ സമയമല്ല, വിഷയത്തിന്റെ ചുരുക്കം കേൾപ്പിക്കണം. അള്ളാന്റെ കത്ത് നേരിട്ട് ഇവരുടെ സൂഫികൾക്ക് ലഭിക്കുമെന്ന് തബ്ലീഗുകാരെഴുതിയ പുസ്തകം 447-ാമത്തെ പേജ്. തബ്ലീഗ് സൂഫികളെ കഅബ സന്ദർശിക്കാൻ ഇങ്ങോട്ട് വരും. നമ്മളൊക്കെ കഅബന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോവല്ലേ? ഇജോടുക്ക കാസർഗോഡ് അങ്ങാടിയല്ല ഇങ്ങോട്ട് വരുന്നത്, ഇജോടുക്കാൻ അങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുന്നത് പോലെ സൂഫികൾ അങ്ങോട്ട് പോകേണ്ടതില്ല. സൂഫികളെ കഅബ ഇങ്ങോട്ട് അന്വേഷിച്ചു വരും. ഞാൻ വെറുതെ പറയുന്നതല്ലോ. ഈ പുസ്തകത്തിലെ 267-ാമത്തെ പേജിലുണ്ട്. വേണമെങ്കിൽ ഒന്ന് വായിച്ചു തരാം. വായിക്കുകയാണെങ്കിൽ ഒരു പാടുണ്ട്, അത്യാവശ്യം അതിലുള്ള ചില കാര്യങ്ങൾ. ചില ആളുകളാണെങ്കിൽ കഅബ തന്നെ അവരെ സിയാറത്ത് ചെയ്യുന്നതിനായി പോകുന്നതാണ്. ഒരു ദിവസം ഇബ്രാഹിം ഇബ്നു അദ്ഹം കഅബ സിയാറത്തിന് പോയപ്പോൾ കഅബനെ കാണുന്നില്ല. ഇത് പേജ് 267 ഞാൻ നേരത്തെ വായിച്ചത്. ചില ആളുകളാണെങ്കിൽ കഅബ തന്നെ അവരെ സിയാറത്ത് ചെയ്യുന്നതിനായി പോകുന്നതാണ്. ഇതിന്റെ ശറഹ് വേറെ ചില പുസ്തകങ്ങളിൽ കാണാം. ഇബ്രാഹിം ഇബ്നു അദ്ഹം കഅബ സിയാറത്തിന് വേണ്ടി പോയി, കഅബനെ കാണുന്നില്ല. അന്വേഷിച്ചു ചെന്നപ്പോൾ ഒരിടത്തെത്തി. ആ കഅബ റാബിയത്തുൽ അദബിയ്യ എന്ന് പറയുന്ന വനിതാരത്നത്തെ സൂഫി വനിത അവരെ തവാഫ് ചെയ്യുകയാണ്. സ്ത്രീകൾക്ക് പള്ളിയിലും പള്ളിക്കൂടത്തിലും പോയിക്കൂടെങ്കിലും സ്ത്രീകൾ എങ്ങോട്ട് സന്ദർശിക്കാൻ വരുന്നു. റാബിയത്തുൽ അദബിയ്യ എന്ന് പറയുന്ന ഒരു സൂഫി വനിതയാണ്. നഫീസത്തുൽ മിസ്രിയ, റാബിയത്തുൽ അദബിയ്യ, അങ്ങനെ സൂഫി വനിതകളുണ്ട്. പെണ്ണുങ്ങൾക്ക് പള്ളിയും മാറ്റൊന്നും പാടില്ലെങ്കിലും ഇതിനൊന്നും കുഴപ്പമില്ല, സൂഫികളാവാം, അതിന് കുഴപ്പമില്ല. റാബിയത്തുൽ അദബിയ്യ സന്ദർശിക്കാൻ അങ്ങോട്ട് പോയി എന്ന് കാണാം.
അതേപോലെ തന്നെ ഒരാള് സലാം ചെല്ലാതെ നബിന്റെ കബറങ്ങൾ കൂടെ പോയപ്പോ ഇങ്ങോട്ട് വിളിച്ചു, എന്താ സലാം ചെയ്യാതെ പോയത്? പിന്നെ ഹജറുൽ അസ്വദിനെ മുത്തിയാൽ അത് അല്ലാഹ്ക്ക് കൈ കൊടുത്തതുപോലെയാണ്. ഹജറുൽ അസ്വദിനെ മുത്തിയാൽ അങ്ങനെ മൂർഖൻ പാമ്പ്, 8 അടി വീരൻ, കരിമൂർഖൻ, ഈ സൈസ് ഒരുപാട് മൂർഖൻ പാമ്പുള്ള പുസ്തകങ്ങളാണ് ഇതിലുള്ളത്. അതെങ്ങനെ നമുക്ക് ചിലപ്പോ അങ്ങനെ ഉണ്ടാവുമോ എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. ആ തോന്നൽ ആവശ്യമാണ്. ഹജറുൽ അസ്വദ് അള്ളാഹുവിന്റെ അനുഗ്രഹമായ കയ്യാണെന്ന് ഹദീസിൽ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ ചുംബിക്കുന്നത് ഔദാര്യവാനും യജമാനനുമായ അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ കയ്യെ ചുംബിക്കും പോലെയാണ്. ഹജറുൽ അസ്വദിനെ ചുംബിക്കണ അള്ളാന്റെ കൈ ചുംബിക്കും പോലെയാണ്. അത് ഹദീസിലില്ലല്ലോ. ഇവരുടെ ഉമ്മാമക്കഥയല്ലേ ഈ ഇത്തരത്തിലുള്ള ഉമ്മാമക്കഥകൾ. അർശിനേക്കാളും ശ്രേഷ്ഠമാണ് റസൂലുള്ളാന്റെ ശരീരം പറ്റിയ സ്ഥലം എന്നാണ് വേറെ കാണുന്നത്. സഹാബികളെ കൊച്ചാക്കുന്ന കഥകളുമുണ്ട്. ഗൈബ് അല്ലാത്ത എല്ലാ ആളുകൾക്കും, സൂഫികൾക്കും വരിതാരത്നങ്ങൾക്കും അറിയുമെന്നും ഖിദർ നബി ഉലകം ചുറ്റുകയാണെന്ന് മരിച്ചവർക്ക് തൽക്കീം ചൊല്ലിക്കൊടുക്കേണ്ടത്, മരിച്ചാലും മരിച്ചിട്ടില്ലാത്ത ചില കഥകൾ, അത് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മരിച്ചാലും ഓലടയിലും മരിച്ചില്ല, ഇതൊരു പുതുമ്പുള്ളതാണ്. അതുകൊണ്ട് അത് മാത്രം വായിക്കണം. ഷെയ്ഖ് അബൂ യാക്കൂബ് സനൂസി പറയുന്നു, എന്റെ അടുക്കൽ ഒരു മുരീദ് മക്കാ മുക്കറമയിൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഞാൻ നാളെ ലോറ് സമയത്ത് മരിക്കും. ഇവര് നേരത്തെ തന്നെ പറയല്ലോ മരണം മുൻകൂട്ടി പ്രഖ്യാപിക്കും. ഈ അഷ്റഫികൾ കയ്യിൽ വെച്ചേക്കണം, അഷ്റഫി പറഞ്ഞ പൈസ, ഇതിൽ നിന്നും പകുതി കബർ കുഴിക്കുന്നവന് കൂലി കൊടുക്കുകയും പകുതി കഫം വാങ്ങുന്നതിനും മറ്റും ഉപയോഗിക്കുകയും ചെയ്യണം. പിറ്റേ ദിവസം ദുഹർ സമയം അദ്ദേഹം മസ്ജിദുൽ ഹറാമിൽ വരികയും തവാഫ് ചെയ്തിട്ട് അല്പം ദൂരെ പോയി മരിക്കുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തെ കഫൻ മുതലായ കാര്യങ്ങളെല്ലാം ചെയ്തു. കബറിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അദ്ദേഹം കണ്ണു തുറന്നു. മരിച്ചതിന് ശേഷം ജീവിച്ചിരിക്കുകയാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുകയാണ്, അള്ളാഹുവിന്റെ എല്ലാ ആശിക്കുകളും ജീവിച്ചിരിക്കുകയാണ്. അങ്ങനെ മറമാടി പോന്നു. ഇതെങ്ങാനും ഇപ്പൊ പറയുകയാണെങ്കിൽ പോലീസ് അവരെ പിടിക്കും. ആ ജാതി കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള കുതന്ത്രങ്ങളും കുസൃതികളും സ്വപ്നങ്ങളും തട്ടിപ്പുകളും വെട്ടിപ്പുകളും അത് വേഷത്തിൽ കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത് പട്ടിൽ പൊതിഞ്ഞ പാഷാണം എന്ന് പറഞ്ഞത്. 6ന്റെ പകുതി തന്നെയാണ്. ഇതിന് വലിയ മാറ്റമൊന്നുമില്ല. എമ്പാടും കഥകൾ നേരം വെളുക്കോളം പറയാൻ മാത്രമുണ്ട്. പക്ഷേ ഇനി ഒരു വിഷയം അവതരിപ്പിക്കാണ്ട് അതിനുവേണ്ടി സ്ഥലം ഒഴിഞ്ഞുകൊണ്ട് വിരമിക്കുകയാണ്. പടച്ച തമ്പുരാൻ യഥാവിധി ഖുർആനും സുന്നത്തും സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാനുള്ള സൗകര്യം നമുക്ക് എവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ.